ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് വരെ ജീവിപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. പെൻഷൻ പ്രായത്തിലെത്തിയവരുടെ തൊഴിൽ രേഖപ്പെടുത്തേണ്ടി വരുമ്പോൾ സ്വസ്ഥവൃത്തി എന്ന് ആധാരമെഴുത്തുകാർ എഴുതാറുണ്ട്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അഥവാ സീനിയർ സിറ്റിസൺഷിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥവൃത്തി എന്നാണ് നമ്മുടെ സങ്കല്പവും ആഗ്രഹവും. ഏതാണ്ട് 30 വർഷങ്ങൾക്ക് അപ്പുറം ഷഷ്ടിപൂർത്തി ആഘോഷങ്ങൾ സാധാരണയായിരുന്നു. ആഘോഷം കഴിഞ്ഞ് അയഞ്ഞ ഷർട്ടും ഒറ്റമുണ്ടും ധരിച്ച് കാലൻകുടയും നിലത്തുകുത്തി തടിച്ച കണ്ണടയും വെച്ച് ഒരു വൃദ്ധൻ എന്ന് ഉള്ളുകൊണ്ടും പുറമോടികൊണ്ടും സമ്മതിച്ച് മന്ദം നടന്നു നീങ്ങുന്നവർ ഉണ്ടായിരുന്നു. ഇന്ന് ആ കാലം മാറി. ഷഷ്ടിപൂർത്തി നവതിക്ക് വഴിമാറിക്കൊടുത്തു. ഹെയർ കളറിനോടും സൗന്ദര്യവർദ്ധക വസ്തുക്കളോടും ഒരു ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊള്ളട്ടെ. ബർമുഡയും ടീഷർട്ടും ധരിച്ച് കയ്യും കാലും വീശി മോർണിംഗ് വാക്ക് നടത്തുന്ന 80കാരനെ കാണുമ്പോൾ ഇതെന്തേ നേരത്തെ ഉള്ളവർക്ക് തോന്നാതിരുന്നത് എന്ന് ചോദിപ്പാൻ തോന്നിപ്പോകുന്നു. നിഷ്ക്രിയന്മാരായിരിക്കുവാനുള്ള സമയമല്ല വാർദ്ധക്യമെന്നും പെൻഷൻ പ്രായമാകുന്നതോടെ മടിയന്മാരുടെ സംഘത്തിൽ ചേർന്ന് ജീവിതം പാഴാക്കാനുള്ളതല്ല എന്നും നാം മനസ്സിലാക്കണം. ഓരോ വ്യക്തിയും ജോലി ചെയ്ത ഓഫീസിൻ്റെ പുറത്തുള്ള ലോകം വലിയതാണ് എന്നും നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ കർമ്മമേഖലകൾ അവിടെ കണ്ടെത്തുവാൻ കഴിയുമെന്നും മനസ്സിലാക്കിയിരിക്കണം. കഴിഞ്ഞ 60 അതിന് മുകളിലോ ഉള്ള വർഷങ്ങൾ ആയി കിട്ടിയിട്ടുള്ള അനുഭവ സമ്പത്ത്, ആ ജ്ഞാനം ചെറുതല്ല. അത് വച്ച് ജീവിതത്തെ മുൻപോട്ട് കരുപ്പിടിപ്പിക്കുകയാണ് ആവശ്യം. മേൽ പറഞ്ഞതുപോലെ സ്വസ്ഥവൃത്തിക്കുള്ള സമയമല്ല വാർദ്ധക്യം എന്നുള്ളത്. മനുഷ്യായുസ്സിൽ സ്വസ്ഥവൃത്തിക്കായി ഒരു ഘട്ടം സൃഷ്ടാവ് വേർതിരിച്ചിട്ടില്ല. വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കണം എന്നാണ് സൃഷ്ടാവിൻ്റെ താല്പര്യം. വയസ്സ് ചെന്ന് കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുകയാണ് എന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ജീവിത സായജ്ഞത്തിൽ ഒരു കാര്യത്തിലും ഏർപ്പെടാതെ മരണത്തിൻ്റെ മണിനാദം കേൾക്കുവാൻ കാതോർത്ത് കഴിയുന്നവരാണ് ഈ കൂട്ടർ. ഒന്നും ചെയ്യാതെ കൈകെട്ടിയിരിക്കുവാനുള്ള സമയമാണ് വാർദ്ധക്യം എന്നവർ ധരിച്ചു വശായിരിക്കുന്നു. ജരാനരകൾ ബാധിക്കുന്ന പ്രക്രിയ ആരംഭിക്കുമ്പോൾ പൂർവോപരി ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുകയും അതുവരെ ആർജിച്ച അനുഭവജ്ഞാനം ഇളം തലമുറയ്ക്ക് പങ്കിടുകയുമാണ് വേണ്ടത്. അത് ഇളം തലമുറയിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ച് തലമുറകൾ തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിക്കാതിരിക്കണം. അല്ലെങ്കിൽ അവസാന കാലം ഹോം നേഴ്സിനെ തന്നെ ആശ്രയിക്കേണ്ടതായും വരും. തിരുവഴുത്തിൽ നല്ല വാർദ്ധക്യം വരെ ജീവിച്ച് വാർദ്ധക്യകാലത്തും ഫലം കായ്ച്ചുകൊണ്ടിരുന്ന പലരെയും കാണുന്നുണ്ട്. പലരിൽ നിന്നും എടുത്തു പറയേണ്ട ഒരുവനായ മോശയെക്കുറിച്ച് ചിന്തിക്കാം എന്നാണ് ഇന്ന് വിചാരിക്കുന്നത്. മോശ എന്ന പേരിൻ്റെ അർത്ഥം വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവൻ എന്നാണ്. ഇസ്രായേൽ ജനത്തിന് നേതൃത്വ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടവനാണ് മോശ. ഇസ്രായേലിൻ്റെ ഏതൊരു കാലത്തെ പ്രത്യേകതയും പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു റബ്ബർ പന്ത് പോലെ പ്രതികരണശേഷി ഉള്ള ഒരു ജനമാണ് എന്നുള്ളതാണ്. റബ്ബർ പന്തിനെ ആരെങ്കിലും അടിച്ച് അമർത്താൻ ശ്രമിച്ചാൽ അടിച്ച ആളിൻ്റെ മുകളിലൂടെ ചാടി പന്ത് രക്ഷപ്പെടും. അതുപോലെ പുറപ്പാട് പുസ്തകം 1:12 വായിക്കുന്നത്, ശത്രു പീഡിപ്പിക്കുന്തോറും ജനം പെരുകി വർദ്ധിച്ചുകൊണ്ടിരുന്ന എന്നാണ്. 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ മുൾപ്പടർപ്പ് കത്തുന്നുണ്ടെങ്കിലും അത് വെന്ത് വെണ്ണീറായി പോകാതിരിക്കുന്നു എന്ന് അത് രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. പീഡിപ്പിക്കുന്തോറും വർദ്ധിച്ചു വരുന്നതും കത്തുന്നുണ്ടെങ്കിലും വെണ്ണീറായി പോകാത്തതും ലോകത്തിൻ്റെ പൊക്കിളെന്ന് ചരിത്രകാരന്മാർ ആലേഖനം ചെയ്യപ്പെട്ടതുമായ ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യം, കേരളത്തിൻ്റെ ഭൂവിസ്തീർണത്തേക്കാൾ കുറവുള്ള വിസ്തീർണമുള്ള കൊച്ചു രാജ്യം ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയവുമാണ്. 1948 വില കൊടുത്ത് വാങ്ങിയ മരുഭൂമി ഇന്ന് മലർവാടിയായി കിടക്കുന്ന കാഴ്ചയാണ് ഉള്ളത്. അതിൽ നിന്ന് പാഠം പഠിക്കുവാനായി കേരളക്കരയിൽ നിന്ന്, അതും ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ നിന്ന് 30-ലധികം പേർ പോയി പാഠങ്ങൾ പഠിച്ച് മലയാളികളെ പഠിപ്പിച്ചതിൻ്റെ ഫലമായി കേരളക്കരയിലെ കൃഷിയിടങ്ങൾ ആർത്തിട്ടുണ്ടാവും. വയലേലകൾ പച്ച പുതച്ച് കിടക്കുന്നു ഉണ്ട് എന്നും വിചാരിക്കുന്നു. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച്
കനാൻ ദേശത്തേക്ക് നടത്തുവാൻ ദൈവം ഉപയോഗിച്ചത് മോശെയാണ്. മോശയുടെ ആയുഷ്കാലം 120 സംവത്സരമാണ്. ഈ 120 വയസ്സ് എന്ന് പറയുന്നത് 40ൻ്റെ 3 ഘട്ടങ്ങളാണ്. ആദ്യഘട്ടം മിസ്രൈമിൽ ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന നിലയിലും, പിന്നീടുള്ള 40 വർഷങ്ങൾ ആടുകളുടെ ഇടയൻ എന്ന നിലയിലും, തുടർന്നുള്ള 40 വർഷങ്ങൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയൻ എന്ന നിലയിലും മോശയെ ദൈവം നടത്തിയതായി കാണുന്നു. ആദ്യത്തെ 40 വർഷങ്ങൾ വിദ്യാഭ്യാസം, കായിക വിദ്യകൾ, അങ്ങനെ കൊട്ടാരത്തിൽ ഒരു യോദ്ധാവിന് വേണ്ടതൊക്കെയും അഭ്യസിച്ചു. ശാരീരിക അഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ എന്ന് വായിക്കുന്നത് പോലെ മോശയ്ക്ക് അവൻ പഠിച്ച ശാരീരിക അഭ്യാസം അല്പമായി പ്രയോജനപ്പെട്ടതായി പുറപ്പാട് പുസ്തകം 2:11 മുതൽ വായിക്കുന്നുണ്ട്. മോശെ മുതിർന്ന ശേഷം തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി തൻ്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ ഒരു മിസ്രയീമ്യൻ അടിക്കുന്നത് കണ്ടു. മോശെ ചുറ്റുപാടുകൾ വീക്ഷിച്ചു. ആരുമില്ല എന്ന് കണ്ടപ്പോൾ മിസ്രയീമിനെ അടിച്ചു കൊന്ന് മണലിൽ മറവ് ചെയ്തു. ശാരീരിക അഭ്യാസം മോശയ്ക്ക് ഒരുവനെ കൊല്ലുവാനായി ഉപയോഗപ്പെട്ടു, അത്ര തന്നെ. മോശയ്ക്ക് പിന്നീട് ആ കൊട്ടാരത്തിൽ കഴിയുവാൻ നിവൃത്തിയില്ലാതെയായി. ഫറവോൻ ഈ കൊലപാതക വിവരം അറിഞ്ഞു മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. മോശെ ഓടി മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. അവിടെ നിന്ന് വിവാഹം കഴിച്ചു, കുടുംബജീവിതം ആരംഭിച്ചു. ജീവിതത്തിൻ്റെ 2ാം ഘട്ടത്തിലാണ് ജീവിതം എന്താണ് എന്നും എങ്ങനെയാണ് എന്നും മോശയെപ്പോലെ എല്ലാവരും പഠിക്കുന്നത്. ആടുകളെ സംരക്ഷിക്കുക, അവയുടെ നടുവിൽ ഇടയശുശ്രൂഷ നിർവഹിക്കുക, അപ്പോൾ തന്നെ കുടുംബം നോക്കുന്ന നല്ല ഭർത്താവായിരുന്ന് കുടുംബത്തെ ഭരിക്കുക, നല്ല അപ്പനായിരുന്ന് മക്കളെ പരിപാലിക്കുക തുടങ്ങിയുള്ള വ്യത്യസ്ത മേഖലകളിൽ പ്രവൃത്തി പരിചയത്തിലൂടെ പ്രാവീണ്യം നേടി. അങ്ങനെ മോശ ഇസ്രായേൽ ജനത്തിന് നടത്തിപ്പുകാരനും നായകനുമായി തീർന്നു. ആടുകളുടെ ഇടയിൽ നിന്നും കുടുംബത്തിൽ നിന്നും ലഭിച്ച പരിശീലനം ഇസ്രായേൽ ജനത്തിന് മധ്യേ യോഗ്യമായ ശുശ്രൂഷ ചെയ്യുവാൻ മോശയെ പ്രാപ്തനാക്കി. ഒടുവിലായി മോശയെ കാണുന്നത് പിസ്ഗാ മുകളിലാണ്. ഗലാത്യരോട് ധന്യനായിരിക്കുന്ന പൗലോസ് പറയുന്നത്, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിപ്പിക്കുന്നവരായി എന്നത്രേ. അനവധി ആളുകൾക്ക് ആ അധപ്പതനം സംഭവിച്ചപ്പോൾ മോശ മിസ്രയീം വിട്ടതിനു ശേഷം പടിപടിയായി ഉയർന്ന് പിസ്ഗാ മുകളിൽ കയറി. താൻ വിശ്വാസത്താൽ കണ്ടുകൊണ്ടിരുന്ന ദേശം തൻ്റെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ ദൈവം സഹായിച്ചു. ആ മനോഹര ദൃശ്യം കാണുന്നതുവരെ അവൻ്റെ കണ്ണ് മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നുവെന്ന് ആവർത്തന പുസ്തകം 34:7 വായിക്കുന്നു. ദൈവത്തിൻ്റെ ദാസനായ മോശെ മോവാബ് ദേശത്ത് വെച്ച് 120 വയസ്സുള്ളവനായി മരിച്ചു. ദൈവം മോശയുടെ മൃതദേഹം അടക്കി. മോശ ഇന്ന് ഉയരത്തിൽ വസിക്കുന്നുവെന്ന് മറുവമലയിലെ ദർശനം നമ്മെ ഓർപ്പിക്കുന്നു. നമുക്കും കാഴ്ചപ്പാടുള്ളവരായി ജീവിക്കാം. ദേഹബലം ക്ഷയിക്കാതെയും കാഴ്ചപ്പാട് മങ്ങാതെയും ഇരിപ്പാൻ ഒരു കാര്യം ചെയ്താൽ മതി. അത് ഏതു കാര്യം എന്നുള്ളത് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11:27 മുതൽ 31 വരെ വാക്യങ്ങളിൽ വായിക്കുന്നു. അയോഗ്യമായി അപ്പം നുറുക്ക് ശുശ്രൂഷ ആചരിച്ചാൽ ബലഹീനതയും രോഗവും മരണം തന്നെയും വന്നു ഭവിക്കാം. അങ്ങനെ വരാതെ ഇരിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ വിധിക്കാം. അങ്ങനെ ചെയ്ത് കുറ്റത്തിൽ നിന്ന് ഒഴിവുള്ളവരായി ദീർഘായുസ്സ് പ്രാപിച്ച് കാഴ്ചപ്പാടോടെ ഈ ലോക ജീവിതം നയിപ്പാൻ ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.